വിശന്നുകരഞ്ഞ കുട്ടികളും. ഖലീഫ ഉമർ റ് തന്റെ ഭരണകാലത്ത് ജനങ്ങളുടെ അവസ്ഥ നേരിട്ട് മനസ്സിലാക്കാൻ രാത്രികാലങ്ങളിൽ വേഷപ്രച്ഛന്നനായി നഗരത്തിൽ ചുറ്റിക്കറങ്ങാറുണ്ടായിരുന്നു. ഒരു രാത്രി അദ്ദേഹം മദീനയുടെ അതിർത്തിയിലുള്ള ഒരു കൂടാരത്തിനരികിലൂടെ നടന്നു പോകുമ്പോൾ അകത്തുനിന്ന് കുട്ടികൾ കരയുന്ന ശബ്ദം കേട്ടു. അവിടെ ഒരു സ്ത്രീ അടുപ്പിന് മുകളിൽ ഒരു പാത്രം വെച്ച് എന്തോ വേവിക്കുന്നതും കുട്ടികൾ ചുറ്റുമിരുന്ന് കരയുന്നതും അദ്ദേഹം കണ്ടു. അന്വേഷണം. ഉമർ റ് അകത്ത് കയറി ആ സ്ത്രീയോട് ചോദിച്ചു, എന്തിനാണ് ഈ കുട്ടികൾ ഇങ്ങനെ കരയുന്നത്? ആ സ്ത്രീ മറുപടി പറഞ്ഞു, അവർ വിശപ്പ് സഹിക്കവയ്യാതെ കരയുകയാണ്. എങ്കിൽ ആ പാത്രത്തിൽ എന്താണ് വെക്കുന്നത്? അത് വെന്തു കഴിഞ്ഞാൽ അവർക്ക് കൊടുത്തുകൂടെ? ഉമർ റ് വീണ്ടും ചോദിച്ചു. അപ്പോൾ ആ സ്ത്രീ സങ്കടത്തോടെ പറഞ്ഞു, ആ പാത്രത്തിൽ വെറും വെള്ളവും കുറച്ച് കല്ലുകളുമാണുള്ളത്. ഭക്ഷണം തയ്യാറാകുന്നുണ്ടെന്ന് കുട്ടികളെ വിശ്വസിപ്പിച്ച് അവരെ ഉറക്കാൻ വേണ്ടി ഞാൻ വെറുതെ അടുപ്പ് കത്തിച്ചു വെച്ചിരിക്കുകയാണ്. ഞങ്ങളുടെ സങ്കടം അറിയാൻ ഈ ഖലീഫ ഉമറിന് നേരമില്ലല്ലോ. ഖലീഫയുടെ മറുപടി. തന്റെ പ്രജകൾ അനുഭവിക്കുന്ന കഷ്ടപ്പാട് നേരിട്ട് കണ്ട ഉമർ റ്-വിന്റെ കണ്ണ് നിറഞ്ഞു. അദ്ദേഹം ആ സ്ത്രീയോട് ഒന്നും വെളിപ്പെടുത്താതെ വേഗത്തിൽ മദീനയിലെ പൊതുഭണ്ഡാരത്തിലേക്ക് ബൈത്തുൽമാൽ ഓടിപ്പോയി. അവിടെ നിന്ന് ഒരു ചാക്ക് ഗോതമ്പും നെയ്യും ഈത്തപ്പഴവും എടുത്തു. അദ്ദേഹത്തിന്റെ സഹായി ആ ചാക്ക് ചുമക്കാൻ സഹായിക്കാം എന്ന് പറഞ്ഞപ്പോൾ ഉമർ റ് പറഞ്ഞു, അന്ത്യനാളിൽ എന്റെ പാപഭാരം നീ ചുമക്കുമോ? എങ്കിൽ ഇതിപ്പോൾ ഞാൻ തന്നെ ചുമക്കാം. സമാധാനം. ഭാരമേറിയ ആ ഭക്ഷണപ്പൊതി സ്വന്തം തോളിലേറ്റി അദ്ദേഹം ആ കൂടാരത്തിൽ തിരിച്ചെത്തി. സ്വന്തം കൈപ്പടയാൽ മാവ് കുഴച്ച് അവർക്ക് ഭക്ഷണം പാകം ചെയ്തു നൽകി. കുട്ടികൾ വയറു നിറയെ ഭക്ഷണം കഴിച്ച് ചിരിച്ചുകൊണ്ട് ഉറങ്ങുന്നത് കണ്ട ശേഷമാണ് അദ്ദേഹം അവിടെ നിന്ന് മടങ്ങിയത്. താൻ വിമർശിച്ച ആ വ്യക്തി തന്നെയായിരുന്നു തന്നെ സഹായിക്കാൻ വന്ന ഖലീഫ എന്ന് തിരിച്ചറിഞ്ഞപ്പോൾ ആ സ്ത്രീ അത്ഭുതപ്പെടുകയും അദ്ദേഹത്തിന് വേണ്ടി പ്രാർത്ഥിക്കുകയും ചെയ്തു. ഈ കഥ നൽകുന്ന പാഠം. ഉത്തരവാദിത്തം. അധികാരത്തിലിരിക്കുന്നവർ താഴെത്തട്ടിലുള്ളവരുടെ ബുദ്ധിമുട്ടുകൾ നേരിട്ട് കണ്ടറിയണം. ലിലിമ. എത്ര വലിയ പദവിയിലാണെങ്കിലും മറ്റുള്ളവരെ സഹായിക്കാൻ മടി കാണിക്കരുത്. കാരുണ്യം. വിശക്കുന്നവന് ഭക്ഷണം